തീയിടാൻ ഭൂമിയിൽ വന്ന പാര, അയ്യോ തിന്മ പെരുകുന്നു കാണേണമേ. തീയിടാൻ ഭൂമിയിൽ വന്ന പാര, അയ്യോ തിന്മ പെരുകുന്നു കാണേണമേ. തീ കൊണ്ടു നിൻ ഭൃത്യർ ജ്വലിച്ചിടുവാൻ, ആത്മ തീയാൽ നീ അഭിഷേകം ചെയ്യണമേ. ആത്മ തീയാൽ നീ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും. ആമേൻ. ദൈവത്തിൻ്റെ വൻകൃപയാൽ വീണ്ടും നമുക്ക് കൃപ നൗക യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ളത് ജീവിപ്പിക്കുന്നതുമായ തിരുവചനം പങ്കുവെക്കുവാൻ, ആശ്വസിക്കുവാൻ, ആനന്ദം കൈക്കൊള്ളുവാൻ, കണ്ണുനീർ മാറ്റിത്തരുന്ന കർത്താവ്, സ്നേഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ആത്മാവ്, നമുക്ക് പെയ്തു തരാമെന്ന് പെയ്തിറക്കിത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ പരിശുദ്ധ നാമം, പരിശുദ്ധ സഭ നീറിപ്പുകയുമ്പോൾ, കരയുമ്പോൾ, പരിശുദ്ധ അമ്മ കണ്ണുനീരൊഴുക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പനിമഞ്ഞു പോലെ പെയ്തിറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാൻ കൃപാനൗക യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഏവർക്കും, നമ്മെ ശ്രദ്ധിക്കുന്ന സർവശക്തനായ പൊന്നേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. അതെ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീനെന്ന് അരുളി ചെയ്ത കർത്താവിൻ നമുക്ക് കൂട്ടമായി മഹത്വപ്പെടുത്താം. അവൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ നമ്മളെ ബലപ്പെടുത്തട്ടെ. ആയതിലേക്ക് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ജീവനുള്ള വചനം തന്നത് എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുമിച്ച് നമുക്ക് മുന്നേറാം, യാത്ര തുടരാം. സിയോനിൽ എത്തിച്ചേരുവിനെ തളരാതെ പതരാതെ ക്ഷീണിച്ചു പോകാതെ ധൈര്യത്തോടെ, ശക്തിയോടെ, കരുത്തോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ മുന്നേറാം. ദൈവത്തിൻ്റെ വചനം യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഇന്ന് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം എന്തെന്നല്ലേ, ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ മാനാമംഗലം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് നാം അനേകരും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം കണ്ടതാ. പ്രത്യേക നമ്മുടെ കൃപാനൗക പ്രാർത്ഥന ചങ്ങലയിൽ നമുക്കത് കാണുവാൻ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർമ്മ അത് ഇട്ടത് നമുക്ക് കണ്ടതാണല്ലോ, എല്ലാവരും അറിയുന്നവരും ആണ്. ആയതിനാൽ ദൈവം നമുക്ക് പുതിയൊരു വചനം തന്നതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അപ്പാപ്പോൾ നമുക്ക് എടുത്തു തരുന്ന ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കും? ആയതിനാൽ നമുക്ക് തുടർന്ന് ആ വരികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. 13-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ കേൾപ്പീൻ, ചെവി തരുവീൻ, ഗർഭിക്കരുത്, യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധകാര മനസ്സ് കൂരിരുട്ടും വരുത്തും. നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർഭനിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയിരിക്കയാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. എന്തിനാണ് കരയുന്നത് എന്ന് ഇനിയൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, അമ്മ കരയുന്നത് എന്തിനാണ്? സഭ കരയുന്നത് എന്തിനാണ്? ഇവിടെ പറയുകയാണ്, തൻ്റെ ജനം എല്ലാം ചിതറിപ്പോയി. അതുകൊണ്ട് ആടുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കേൾപ്പീൻ, ചെവി തരുവീൻ, ഗർഭിക്കരുത്, കോപിക്കരുതെന്ന് കർത്താവ് പറയുമ്പോൾ വചനമാണ്, ജീവന്റെ വചനമാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഒഴുകുന്നത് നാം കണ്ടതല്ലേ. എല്ലാവരും വിചാരിക്കും സന്തോഷമാണ് എന്നല്ലേ. അതെന്തുകൊണ്ടാണ് കരയാനായിട്ട് കാരണം? അതെ, യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തില് 7 ഇങ്ങനെ കാണാൻ സാധിക്കും. നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നാണ് അവിടെ കാണാൻ. ശ്രദ്ധിച്ച വരിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും. നാം നിർമ്മലരായി ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ പിതാക്കന്മാരാചരിക്കുന്ന പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. എന്നാൽ 13-ാം അധ്യായത്തില് 11-ാം തിരുവചനം നാം ഇപ്രകാരം അതിൽ കാണാനായിട്ട് കാണും.
കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രയേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദിയ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആക്കേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിപ്പാൻ മനസ്സില്ല. കേട്ടോ, കർത്താവ് നമ്മോട് പറ്റിയിരിക്കാനായിട്ട് കർത്താവിന് മനസ്സുണ്ട് പ്രിയമുള്ളവരെ. അരയോട് പറ്റി കച്ച നാം വസ്ത്രം പറ്റിച്ചേർത്ത് ഉടുക്കുന്നത് പോലെ കർത്താവ് നമ്മോട് പറ്റിയിരിക്കുവാൻ. അതെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം അതിൽ നിന്നെല്ലാം അകന്നു പോകുന്നു. അതുകൊണ്ടാണ് നിന്റെ മക്കൾ, അതെ, നിന്റെ മക്കൾ എന്നെ വിട്ട് അകന്നു പോകുന്നു എന്നാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈ കരയുന്നത്. ഇത് വെറുതെ നിസ്സാരമാക്കി കളയരുത്. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിലാപം 3-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. ഇത് കാണുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണം? യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തില് 13-ാം തിരുവചനം എന്താ പറഞ്ഞേ? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നെ വിട്ടകന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം യേശു തമ്പുരാൻ 15-ാം അധ്യായത്തില് അവിടെ കാണാം. ഈ ജനം 8 നോക്കിയാൽ കാണാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നെ വിട്ടകന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ എത്ര അടുത്താണ് കരയുന്നത്. ഫോട്ടോയിൽ നിന്ന് കരച്ചിൽ വരുന്നു. മാത്രമല്ല, നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം 31-ാം തിരുവചനത്തില് അവിടുന്ന് വ്യക്തമായിട്ട് പറയുകയാണ്, എന്തിനാ കരയണേ? നമുക്കൊന്ന് ശ്രദ്ധിക്കണം. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഹൃദയങ്ങളെയും കൈകളെയും ദൈവത്തിലേക്ക് ഉയർത്തി നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാണോ അതെയോ ദൈവത്തിൽ നിന്ന് അകന്നാണോ ഇരിക്കുന്നത് എന്ന് നാം ശോധന ചെയ്താൽ പരിശുദ്ധ അമ്മയുടെ കരച്ചിലിന് സന്തോഷമായി കാണാൻ ഇനിയും ദൈവം നമ്മെ അനുഗ്രഹിക്കും. 4-ാം അധ്യായം യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണാം, ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെ കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവരുടെ ഞരക്കം പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു, നെടുവീർപ്പിട്ടു കൈ മലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം, എൻ്റെ പ്രാണൻ കുലപാതകന്മാരുടെ മുൻപിൽ ശയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, ഈ വചനം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പരിശുദ്ധ മാതാവ് ഇന്നും കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ കാണാൻ ഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായി ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിട്ടുള്ളത്. അതെ, കൈ മലർത്തി പ്രാർത്ഥിക്കുന്ന ജീവനുള്ള ആരാധന ലയിച്ചു നിന്നപ്പോൾ ഇതിക്ക് മുമ്പും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടെ പറയുക, അതെ, നമ്മുടെ ഹൃദയങ്ങളെയും കൈകളെയും കർത്താവിൻ്റെ സ്ഥാനിലേക്ക് ഉയർത്തി യാചിക്കേണ്ടും സമീപത മോചിക്കുന്ന നാഴിക ഇതുതാ എന്ന് പറഞ്ഞ് പരസ്യമായി വിശുദ്ധ കുർബാനയ്ക്ക് കയറുമ്പോൾ പരിശുദ്ധ അമ്മ കൈ മലർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതാ. ആ ദൈവത്തെ എങ്ങനെ ഘോഷിക്കാതിരിക്കും? ആ പരിശുദ്ധ അമ്മയെ എങ്ങനെ വർണ്ണിക്കാതിരിക്കും? അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കരയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനിയും നമുക്ക് കരയിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ രാജാതി രാജാവിനുണ്ടോ? മീകാപ്രവചനം 4-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ വായിച്ചാൽ കാണാം, അതെ, നീ ഇത്ര ഉറക്കെ കരയുന്നത് എന്ത്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ എന്ന് ചോദിക്കുക. അതെ, നമ്മുടെ മക്കൾ അനുസരണം കിട്ടി നടക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോകുമ്പോൾ, പറഞ്ഞാൽ അനുസരണമില്ലാതെ ജീവിക്കുമ്പോൾ നാം വേദനിക്കാറില്ലേ?
അതുപോലെ തന്നെയാണ് പരിശുദ്ധ മക്കൾ. അമ്മ ആഗ്രഹിക്കുന്നു, ദൈവമേ പരിശുദ്ധ സഭ ഒരുക്കുവാൻ അമ്മ രാവും പകലും അധ്വാനിച്ച് അതേ സകല സ്ഥലത്തേക്ക് ഈ സഞ്ചാരിയായ മാതാവ് ഓടി നടന്ന് തൻ്റെ ജനത്തെ ദൈവത്തെങ്കിലേക്ക്, ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് അടുപ്പിക്കുന്നത് കാണാൻ ദൈവം ഭാഗ്യം തന്നു. ഈ മാസങ്ങളിൽ പരിശുദ്ധ പിതാക്കന്മാരെ ഒന്നിച്ച് പണിയുന്ന ദിവസമാണല്ലോ. ആ സമയത്തും ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വിശുദ്ധരുടെ കൂട്ടം അടുത്തു വരുന്നത് കാണാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നു. ആയതിനാൽ ഇനിയും നമ്മുടെ അമ്മയെ കരയാതെ, കണ്ണുനീരൊഴുക്കുന്ന അമ്മയെ കാണാതെ സന്തോഷിക്കുന്ന അമ്മയെ കാണുവാൻ, കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്ക് ഏവർക്കും ദൈവം വരം തരട്ടെ. ആയതിനാൽ ഇത് പറയുവാൻ കാരണം ഇനിയും അമ്മ കരയുന്നത് കാണാനില്ല. സന്തോഷത്തിൻ്റെ പെരുന്നാൾ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, ഐക്യത്തിൻ്റെ, ഒത്തൊരുമയുടെ, സ്നേഹത്തിൻ്റെയും അതേ പ്രതീകമായ യേശു ക്രിസ്തുവിലേക്ക് ജനം അടുത്തു വരുമ്പോൾ അമ്മ ചിരിക്കും. അതിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.